ഹലോ എവർക്കും കുട്ടീസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുട്ടി കൈ കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ ആരുടെ കൈയാണെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വിട്ട് തന്നെ ഇനിയുള്ള വീഡിയോയിൽ നമ്മുടെ കുഞ്ഞാപ്പി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ കുഞ്ഞാപ്പി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ രാത്രിയിൽ ആൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്തിനാണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ മെഹന്തി ഇടണമെന്ന് നമ്മളെല്ലാവരും ചിരിക്കേണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേ ആയിട്ടാണ് നാളെ. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ രാത്രി ആളെ നേരത്തെ അങ്ങോട്ട് ഉറക്കി കിടത്തി കേട്ടോ. ഉറക്കി കിടത്തി അങ്ങനെ ഞങ്ങൾ മെഹന്തി ഇടാൻ തുടങ്ങിയാണ്. പിള്ളേരുടെ കയ്യിലിടുമ്പോൾ ഇച്ചിരി റിസ്ക് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞങ്ങൾ ആ റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുത്താണ് ഞങ്ങളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ആൾ കയ്യും കാലൊക്കെ അനക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് അവത്തേലൊക്കെ ഇങ്ങനെ വന്ന് പറ്റിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞാപ്പി കൈ ആയതുകൊണ്ട് നമുക്ക് വിസ്തരിച്ചിടാനും പറ്റത്തില്ല. ആൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, മെഹന്തി ഇടണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ആൾ ഉറങ്ങിക്കിടന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഇരുന്ന് റിസ്ക് എടുത്താകട്ടോ ഇങ്ങനെ നമ്മൾ മെഹന്തി ഇടുന്നത്. നമ്മളിത് നല്ല രീതിയിൽ ഇടാമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്നതാണ്. അപ്പോൾ ആൾ കയ്യൊക്കെ അനക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര റിസ്ക്കാണ് ഈ മെഹന്തി ഇടുക എന്നുള്ളത്. ഇപ്പോൾ അത് ഒരു തുള്ളി തെറ്റിപ്പോയി അതിൻ്റെ ഒരു ഭംഗി പോകും കേട്ടോ. എന്നാൽ പോലും ഞങ്ങൾക്കൊരു തൃപ്തിയാകാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ കയ്യൊക്കെ അനക്കുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകുന്നത് കൊണ്ടും നമുക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു. അവൾ കൈയൊക്കെ എടുത്തതിലൊക്കെ വെക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് പാടായിരുന്നു കേട്ടോ നമുക്ക് വരക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ വൈഫ് എന്താ പറയുക, ആളിരുന്ന് ഉറക്കത്തിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ വരക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കടമ്പ കഴിഞ്ഞ് കേട്ടോ, ഒരു ചെറിയ ഡിസൈൻ്റെ ഒരു കടമ്പ കഴിഞ്ഞു. നമ്മൾ അടുത്ത ഡിസൈനിലേക്ക് പോകാം കേട്ടോ. അടുത്ത എന്താ പറയുക, ഓരോരോ സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ റിസ്ക് എടുത്തു കേട്ടോ. ഇത് തന്നെ വരയ്ക്കാൻ നല്ല സമയമെടുത്ത് ഞങ്ങൾ വരച്ചത്. അപ്പോൾ ഇനി നമ്മുടെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ നമ്മുടെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ആയിരിക്കും കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. നമ്മുടെ ചാനലൊക്കെ കാണാതിരിക്കരുത്, കാണണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത ഡിസൈൻ നമ്മൾ വരച്ച് കേട്ടോ. അടുത്ത ഡിസൈൻ അങ്ങനെ നമ്മൾ വരച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി. അപ്പോൾ നാളെയാണ് നമ്മുടെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് നാളെയാണ് ആളുടെ ഡേറ്റ് വരുന്ന ദിവസം കേട്ടോ. നാളെ വേറൊരു ദിവസമാണ് വരണേ. അപ്പോൾ നാളെ ആൾക്ക് കേക്കൊക്കെ മേടിച്ച് നമ്മളെന്തായാലും മുറിച്ച് ആഘോഷിക്കുന്നു കേട്ടോ. നമ്മൾ വലിയ രീതിയിലുള്ള ആഘോഷമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ആഘോഷമുള്ളൂ. അപ്പോൾ അതെ നമ്മൾ അടുത്ത ഡിസൈനും വരച്ചിട്ടിരിക്കുക കേട്ടോ. ഓരോരോ ഡിസൈനും വരക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതെങ്ങനെ വരച്ച് തീർക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ എന്നാൽ ഞങ്ങൾ വിചാരിച്ചിടത്തോളം പിന്നെ അങ്ങനെ ആൾ കൈ അനക്കിയില്ല കേട്ടോ. നല്ല ഉറക്കമായതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ രീതിയിൽ അനക്കിയില്ല. എന്നാൽ പോലും ഞങ്ങൾ നല്ല രീതിയിൽ ഇടാൻ തന്നെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞാനല്ല കേട്ടോ, വൈഫാണ് ഇടുന്നത്. ഒരു വൈഫ് ഇങ്ങനെ ഒരേ സ്ഥലത്ത് നമ്മൾ മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വന്ന് നമ്മൾ മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഒരു കടമ്പ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത കടമ്പയിലൊക്കെ നമ്മൾ കിടക്കുന്നത്. ഇപ്പം ഇനി ഉണങ്ങാൻ സമയം പിടിക്കുന്നതുകൊണ്ട് നമ്മൾ അത് ഉണങ്ങാനുള്ള സമയം കൊടുക്കണം. അപ്പോൾ അതെങ്ങാനും കൈ അനക്കി കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം ചാണാൻ പരിവാകും. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്താട്ടോ ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതുപോലുള്ള ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. ഈ വരച്ചിരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ നാളെ നമ്മുടെ കുഞ്ഞാപ്പിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കുഞ്ഞാപ്പിനെ വിഷ് ചെയ്യണം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞാപ്പി ഇനി തൊട്ട് നമ്മുടെ വീഡിയോകളിലുണ്ടായിരിക്കും. അപ്പോൾ നല്ല ഉറക്കം കേട്ടോ ആൾ. നമ്മൾ വരക്കുന്നൊന്നും അറിയുന്നില്ല, ആൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ വൈഫ് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഉറങ്ങി. അങ്ങനെ ഒരു കയ്യിലെ ഡിസൈൻ കഴിഞ്ഞു. ഇപ്പം നമ്മൾ അടുത്ത കയ്യിലേക്ക് നമ്മളൊന്ന് വരക്കാൻ നോക്കുക കേട്ടോ. അവൾക്ക് മെഹന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്നോട് പറഞ്ഞു മെഹന്തി വേണം, ക്യൂട്ടസ് വേണം, പിന്നെ വള മാല ഇതൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മളിന്ന് അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത കയ്യിലും അങ്ങനെ ഡിസൈൻ ഇട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ ഡിസൈനൊക്കെ ഇട്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ തുടച്ച് കളയും. നമ്മൾ ഇപ്പോൾ തുടങ്ങുന്നില്ല, ആൾ നമ്മൾ ശ്രദ്ധിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും തുടച്ച് കളയത്തുള്ളൂ കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ
ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എത്തി കേട്ടോ. അപ്പം ഞങ്ങളുടെ ചാനലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ കുഞ്ഞാപ്പയുടെ ബർത്ത്ഡേ വീഡിയോസ് ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും വരാൻ പോണേ. ബൈ ബൈ.